Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്ലീഹാകാലത്തിലെ പ്രധാന ചിന്താവിഷയം റൂഹാദ് കുദിശായാണ്. സ്ലീഹാകാലം അനുസ്മരിക്കുന്നത് റൂഹാദ് കുദിശായാൽ ശക്തരാക്കപ്പെടുന്ന സ്ലീഹന്മാർ ഉദ്ധിതനായ മിശിഹായ്ക്ക് ഓർസലമിൽ ആരംഭിച്ച് ലോകത്തിന്റെ അതിർത്തികൾ വരെ സാക്ഷ്യം വഹിക്കുന്ന രംഗങ്ങളാണല്ലോ. സ്ലീഹന്മാരുടെ പ്രവർത്തനോർജ്ജമായിട്ട് നിൽക്കുന്നത് പിതാവിന്റെ വാഗ്ദാനമായിട്ട് ഈശോ അവരുടെ മേൽ അയച്ച റൂഹാദ് കുദിശായാണ്, പരിശുദ്ധാരൂപിയാണ്. ഈ പരിശുദ്ധാരൂപിയെക്കുറിച്ച് തന്നെ ധ്യാനിക്കുവാനാണ് സ്ലീഹാകാലത്തിന്റെ അവസാനത്തെ ഞായറാഴ്ച സഭാമാതാവ് നമ്മെ ക്ഷണിക്കുന്നത്. യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്നുള്ളതാണല്ലോ നമ്മുടെ ഇന്നത്തെ സുവിശേഷ വായന. ഈ 14-ാം അധ്യായം ഈശോയുടെ അന്ത്യപ്രഭാഷണത്തിന്റെ ഭാഗമായിട്ടാണ് യോഹന്നാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. 13-ാം അധ്യായത്തിൽ തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ശുശ്രൂഷയുടെ മാതൃക ശിഷ്യന്മാർക്ക് നൽകിയതിനു ശേഷം നീണ്ട ഒരു പ്രഭാഷണം, ഒരു വിടവാങ്ങൽ പ്രഭാഷണം ഈശോ നടത്തുന്നതാണല്ലോ 14, 15, 16 അധ്യായങ്ങൾ കാണുക. 17-ാം അധ്യായത്തിലെ നിത്യപുരോഹിതനായ ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയോടെയാണ് ഈ വിടവാങ്ങൽ പ്രസംഗം അവസാനിക്കുന്നത്. ഈ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ കേന്ദ്രഭാഗത്ത് 14, 15, 16 അധ്യായങ്ങളിലായിട്ട് 5 പ്രാവശ്യം ഈശോ താൻ നൽകുവാൻ പോകുന്ന റൂഹാദ് കുദിശായെക്കുറിച്ചുള്ള വാഗ്ദാനം സ്ലീഹന്മാർക്ക് നൽകുന്നുണ്ട്. അതിലെ ആദ്യ ഭാഗങ്ങൾ, 2 ഭാഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വായന വിഷയമെന്ന് പറയാം. 14-ാം അധ്യായത്തില് 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളും പിന്നെ 25, 26 വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. ഈശോ എന്താണ് അവിടെ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. ഈശോയെ സ്നേഹിക്കുന്നതുകൊണ്ടായിരുന്നു എല്ലാം ഉപേക്ഷിച്ച് ശിഷ്യന്മാർ അവിടുത്തെ അനുഗമിച്ചത്. അപ്പോൾ ഈ സ്നേഹം യഥാർത്ഥമാണ് എങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിക്കും, എന്റെ പ്രമാണങ്ങൾ നിങ്ങൾ പാലിക്കും. ഇതാണ് ഈശോയ്ക്ക് പറയാനുള്ളത്. എന്റെ വചനങ്ങൾ നിങ്ങൾ പാലിക്കും. ഈശോയുടെ പ്രമാണം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അത് സ്നേഹത്തിന്റെ പ്രമാണമാണ്. അവിടുന്ന് മനുഷ്യവർഗത്തെ സ്നേഹിച്ചതുപോലെ നമ്മളും പരസ്പരം സ്നേഹിക്കണം. അവിടുത്തെ ശിഷ്യരെ തിരിച്ചറിയുവാനുള്ള അടയാളമായിട്ട് അവിടുന്ന് നൽകിയതും ഈ സ്നേഹത്തിന് പ്രമാണമാണ് എന്ന് 13-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ ഇവിടെ തുടരുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും എന്ന് പറഞ്ഞാൽ ഇതൊരു ജീവിത ശൈലിയാണ്. ഈശോയുടെ സ്നേഹിക്കുക, ഈശോയുടെ ശിഷ്യനാവുക എന്ന് പറയുന്നത് ഒരു ജീവിത ശൈലിയാണ്. അവിടുന്ന് കാട്ടിത്തന്ന വഴിയെ, സുവിശേഷത്തിന്റെ വഴിയെ, സ്നേഹത്തിന്റെ വഴിയെ ചരിക്കുക എന്നുള്ളതാണ് ശിഷ്യത്വത്തിന്റെ മാർഗം എന്ന് അവിടുന്ന് പറയുകയാണ്. ഈ പ്രമാണം പാലിക്കുന്നതിന്, മിശിഹായെ സ്നേഹിക്കുന്നതിന്, മിശിഹായുടെ വഴിയെ നടക്കുന്നതിന് സഹായിക്കുവാനായിട്ട് അവിടുന്ന് അയക്കുന്ന ദൈവത്തിന്റെ ദാനമാണ് റൂഹാദ് കുദിശ. അവിടുന്ന് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു സഹായകനെ ഞാൻ അയക്കും. എന്തുകൊണ്ടാണ് മറ്റൊരു സഹായകൻ എന്ന് പറയുന്നത്? ആദ്യത്തെ സഹായകൻ ഈശോ തന്നെയാണ്. യോഹന്നാന്റെ തന്നെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, മിശിഹായാണ് നമ്മുടെ സഹായകൻ. നമ്മെ സഹായിക്കുവാൻ വേണ്ടി പിതാവ് അയച്ച ആദ്യത്തെ സഹായകൻ ഈശോ തന്നെയാണ്. 33 വർഷക്കാലം ഈശോയായിരുന്നു മനുഷ്യവർഗത്തിന് സഹായകനായിട്ടുണ്ടായിരുന്നത്. തന്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെ അവിടുന്ന് നിത്യസഹായകനായി മാറുകയും ചെയ്തു. ഇനി അവിടുത്തെ ശാരീരിക അസാന്നിധ്യത്തില് ഉദ്ധിതനായ മിശിഹായെ നമ്മൾ ശാരീരികമായി അന്നത്തെ ഈശോയുടെ ജീവിതകാലത്തെ സമകാലികർ കണ്ടതുപോലെ അനുഭവിച്ചതുപോലെ നമ്മൾ കാണുന്നില്ലല്ലോ. നമ്മൾ കൗദാശികമായിട്ടുള്ള ഉദ്ധിതനായ മിശിഹായുടെ രൂപാന്തരപ്പെട്ട സാന്നിധ്യമാണല്ലോ അനുഭവിക്കുന്നത്. അപ്പോൾ മനുഷ്യ നേത്രങ്ങൾക്ക് ഗോചരനല്ലാതിരിക്കുന്നത് കൊണ്ട് മനുഷ്യർക്ക് അല്പം കൂടി അനുഭവേദ്യമാകാൻ വേണ്ടി അവിടുത്തെ അസാന്നിധ്യത്തിന് പരിഹാരം എന്നോണമാണ് പിതാവിന്റെ ദാനമായ റൂഹായെ, തൃത്വത്തിലെ 3-ാമത്തെ ആളിനെ പുത്രൻ തമ്പുരാൻ അയക്കുന്നത്. പിതാവിൽ നിന്നാണ് ഈ ആത്മാവ് പുറപ്പെടുന്നത്, ഈ അരൂപി പുറപ്പെടുന്നത്. അത് വളരെ വ്യക്തമായിട്ട് 25, 26 വാക്യങ്ങളിൽ പറയുന്നുണ്ടല്ലോ. ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ വേണ്ടി ഒരു സഹായനെ അയക്കുകയും ചെയ്യും. 15-ാം അധ്യായം 26-ാം വാക്യത്തിലും ഇത് തന്നെ പറയുന്നുണ്ട്, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാരൂപി അവൻ നിങ്ങളെ സഹായിക്കും, നിങ്ങൾക്ക് സഹായകനായി വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിതാവിൽ നിന്നാണ് പുറപ്പെടുന്നത്, പുത്രന്റെ അഭ്യർത്ഥന പ്രകാരമാണ്, പുത്രനിലൂടെയാണ് പുറപ്പെടുന്നത്. അതാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ
പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നേറ്റ് പറയുമ്പോൾ ആ സഭയുടെ വിശ്വാസമാണ്, വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമായ വിശ്വാസമാണ് നമ്മളിവിടെ ഏറ്റു പറയുന്നത്. ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിട്ടുകളയുകയില്ല. ഞാൻ ശാരീരികമായിട്ട് നിങ്ങളിൽ നിന്ന് അകലുന്നുവെങ്കിലും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടി, നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങളുടെ സഹായകനായിട്ട് റൂഹായെ നൽകും. ഈ സത്യാരൂപിയെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല എന്ന് അവിടുന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് റൂഹാദ് ഖുദ്സായെ സത്യാരൂപി എന്ന് വിശേഷിപ്പിക്കുന്നത്? സത്യം ഈശോയാണ് എന്ന് 14-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ 6-7 വാക്യങ്ങളിൽ ഈശോ തന്നെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഈ സത്യമായ മിശിഹായുടെ അരൂപിയാണ്, അല്ലെങ്കിൽ സത്യമായ മിശിഹ പിതാവിൽ നിന്ന് അയക്കുന്ന അരൂപിയാണ് റൂഹാദ് ഖുദ്സ. അതുകൊണ്ടാണ് സത്യാരൂപി എന്ന് റൂഹാദ് ഖുദ്സായെ വിശേഷിപ്പിക്കുന്നത്. ഈ സത്യാരൂപിയെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധ്യമല്ല. കാരണം എന്താണ്? ഈ ലോകം ഈശോയെ വിശ്വസിക്കുന്നില്ല, ഈശോയെ ദൈവപുത്രനായിട്ട് അംഗീകരിക്കുന്നില്ല, രക്ഷകനായിട്ട് സ്വീകരിക്കുന്നില്ല. അവിടെ നിന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ റൂഹായെയും സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അവിടുത്തെ അതുപോലെ തൃത്വത്തിലെ 3 വ്യക്തികളും ഒരേ സത്തയിൽ പങ്കുചേരുന്നത് കൊണ്ട് ഒരാളെ സ്വീകരിക്കാത്തവർക്ക് മറ്റേയാളെ ലഭിക്കുകയില്ല. അപ്പോൾ ആ ഒരു ശിഷ്യന്റെ ഈശോയുമായുള്ള ബന്ധം യഥാർത്ഥത്തിൽ റൂഹായുമായും പിതാവുമായും ബന്ധത്തിലാക്കുകയാണ് ചെയ്യുന്നത്. ഈശോയിൽ വിശ്വസിക്കുന്നവർ പിതാവിനെ വിശ്വസിക്കുന്നു, റൂഹായിൽ വിശ്വസിക്കുന്നു. ആ തൃത്വത്തിന്റെ വാസഗേഹമായി മാറുകയാണ് ഈശോയിൽ വിശ്വസിക്കുന്നവർ. 14-ാം അധ്യായത്തിൽ അതാണല്ലോ ഈശോ പറയുന്നത്, ഞങ്ങൾ വന്ന് അവരോടുകൂടെ വാസമുറപ്പിക്കുമെന്ന് പറയുമ്പോൾ, അപ്പോൾ സത്യമായ ഈശോയെക്കുറിച്ചുള്ള ആ സത്യം, അവിടുന്ന് പിതാവായ ദൈവത്തിന്റെ ഏകജാതനാണ്, ആ പിതാവിനെ വെളിപ്പെടുത്തുന്നവൻ നസറായനായ ഈശോയാണ്, മനുഷ്യനായി അവതരിച്ച വചനമാണ് എന്ന് വിശ്വസിക്കുന്നവർക്കാണ്. അതുവഴി മാത്രമേ, ആ വിശ്വാസം വഴി മാത്രമേ റൂഹായെ സ്വീകരിക്കുന്നതിനും അർഹതയുള്ളവരായി തീരുവാൻ സാധിക്കുകയുള്ളൂ. ഇനി ശാരീരികമായിട്ട് ഈശോയെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഈശോ എന്നും ജീവിക്കുന്നത് കൊണ്ട്, ഉത്ഥിതനായ ഈശോ ജീവിക്കുന്നത് കൊണ്ട്, ആ ഉത്ഥിതനായ മിശിഹായിൽ വിശ്വസിക്കുന്നവർ, റൂഹായിൽ ചരിക്കുന്നവർ അവിടുത്തെ കാണും, നിങ്ങളും ജീവിക്കുമെന്നാണ് ഈശോ പറയുന്നത്. കാരണം ഈശോയിൽ വിശ്വസിക്കുന്നവർ നിത്യജീവന് അർഹതപ്പെട്ടവരാണ്, അവരും മിശിഹായോടൊപ്പം ജീവിക്കുക തന്നെ ചെയ്യും. ഈശോയും പിതാവും തമ്മിലുള്ള ബന്ധമാണ് ശിഷ്യർക്കിടയിലും ശിഷ്യരും ഈശോയും തമ്മിൽ ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ എൻ്റെ പിതാവിലും പിതാവ് എന്നിലുമായിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളിലുമായിരിക്കുമെന്ന് നിങ്ങൾ ആ ദിവസം അറിയുമെന്നാണ് പറയുന്നത്. ഈശോയുടെ നാമത്തിൽ അവിടെ നിന്ന് അയക്കുന്ന സഹായകനാണ് റൂഹ. എന്തിനു വേണ്ടിയാണ് അയക്കുന്നത് എന്നും വ്യക്തമാക്കുന്നുണ്ട് 14-ാം അധ്യായത്തിലെ 26-ാം വാക്യത്തിൽ, 25-26 വാക്യങ്ങളിൽ. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളവയെല്ലാം അവൻ നിങ്ങളെ അനുസ്മരിപ്പിക്കും, സകല സത്യങ്ങളിലേക്കും അവൻ നിങ്ങളെ നയിക്കും, അവൻ നിങ്ങളെ എല്ലാം പഠിപ്പിക്കും. അപ്പോൾ ഈശോ ഈ ലോകത്തിൽ ആരംഭിച്ച ആ രക്ഷണീയ കൃത്യം, തന്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെ പൂർത്തിയാക്കിയ രക്ഷാകർമ്മം, അത് ലോകത്തിന്റെ അവസാനം വരെ തുടർന്നുകൊണ്ട് പോകുന്നത് സ്ലീഹന്മാരും അവരുടെ പിൻഗാമികളിലൂടെയുമാണ്. പക്ഷേ ദൈവികമായ ഒരു പ്രവൃത്തിയാണിത്, റൂഹായുടെ പ്രവർത്തനമാണ്. അത് തുടർന്നുകൊണ്ട് പോകുന്നത് റൂഹായാണ്. ഈ സ്ലീഹന്മാരെയും ഈശോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഓർമ്മിപ്പിക്കുകയും അതിന്റെ പൊരുൾ എന്താണ്, ആന്തരാർത്ഥം എന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുന്നത്, അവരെ അനുസ്മരിപ്പിക്കുന്നത്, ഓർമ്മിപ്പിക്കുന്നത് പന്തകുസ്തായിൽ അവർക്ക് ലഭിച്ച ഈ റൂഹായാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തില് ദേവാലയ ശുദ്ധീകരണത്തിന്റെ കാര്യം വിവരിച്ചു കഴിയുമ്പോൾ 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ ഈശോ അന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ആലയം നശിപ്പിക്കും, ഞാനത് 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കാം. യഹൂദ പ്രമാണികൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ല, പക്ഷെ ശിഷ്യന്മാർക്കത് മനസ്സിലായി. അപ്പോൾ ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർത്തു കഴിഞ്ഞപ്പോൾ യഹൂദർ ഈശോയാകുന്ന ഈശോയുടെ ശരീരമാകുന്ന ദേവാലയത്തെ നശിപ്പിച്ചു. 3-ാം ദിവസം അവിടുന്ന് ഉത്ഥാനത്തിലൂടെ ഈ ശരീരത്തെ, ദേവാലയത്തെ പുനരുദ്ധരിക്കുകയും ചെയ്തു. അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി അവനിത് പറഞ്ഞിരുന്നത് തന്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഓർസ്ലേം പ്രവേശന വേളയിൽ ജനക്കൂട്ടം ആർത്ത് വിളിച്ച് ഓശാന പാടി ഈശോയെ എതിരേറ്റപ്പോൾ അവിടെ സംഭവിക്കുന്നത് ദൈവം പറഞ്ഞിരുന്ന പ്രവാചകനിലൂടെ, സക്രിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 9-ാം വാക്യത്തിലൂടെ പറഞ്ഞിരുന്നത് പോലെ, ഇതാ സഹിയോൻ പുത്രി, ഇതാ നിന്റെ രാജാവ് വിനീതനായി നിന്റെ നഗരത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞതിന്റെ പൂർത്തീകരണമാണ് ഇത് എന്ന് സ്ലീഹന്മാർക്ക് മനസ്സിലായപ്പോഴാണ്, ഈശോ മഹത്വീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ്, ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷമാണ്. അക്കാര്യം നമ്മൾ 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ. 12-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ കാര്യം. അപ്പൊ 2 സന്ദർഭങ്ങളിൽ സ്ലീഹന്മാർ ഇത് അനുസ്മരിക്കുന്നത് ഈ പന്തകുസ്തായ്ക്ക് ശേഷമാണ്, റൂഹായുടെ വരവിന് ശേഷമാണ്. ഈശോ തന്നെ ഉത്ഥാനത്തിന് ശേഷം എമാവൂസിലേക്ക് പോയി ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ,
പഴയ നിയമം മുഴുവനും മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും തന്നെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നതാകട്ടെ മിശിഹ സഹനത്തിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ളതാണ് എന്ന് അവർക്ക് മനസ്സിലായതും ഉത്ഥാനത്തിന് ശേഷമാണ്. റൂഹായെ വാഗ്ദാനം ചെയ്യുന്ന ആ രംഗത്തോട് ചേർന്നാണ്, റൂഹായുടെ വരവോടുകൂടിയാണ്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ യഥാർത്ഥമായ വ്യാഖ്യാനം നടക്കുന്നത് അത് റൂഹായുടെ പ്രവർത്തനമാണ്. കാരണം ഈ റൂഹ തന്നെയാണ് ഉൽപ്പത്തി ഗ്രന്ഥം മുതൽ വെളിപാട് ഗ്രന്ഥം വരെയുള്ള ഈ സകല ഗ്രന്ഥങ്ങളുടെയും കർത്താവായിട്ട് നിൽക്കുന്നത്. പ്രൈമറി ഓതർ, പ്രിൻസിപ്പൽ ഓതർ റൂഹാദ് കുരിശ തന്നെയാണ്. മോശ തുടങ്ങി യോഹന്നാൻ ശ്ലീഹ വരെയുള്ളവർ മാനുഷിക വ്യക്തികൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ രൂപീകരണത്തിൽ ദൈവത്തോട് സഹകരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ ഗ്രന്ഥകർത്താവ് ദൈവത്തിന്റെ തൃത്വത്തിലെ മൂന്നാമത്തെ ആളായ റൂഹ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ റൂഹായ്ക്ക് തന്നെയാണ് ഇത് അനുസ്മരിപ്പിക്കാൻ സാധിക്കുന്നത്. പഴയ നിയമത്തിലുള്ള കാര്യവും പുതിയ നിയമത്തിൽ എങ്ങനെയാണത് പൂർത്തിയായതെന്നുമെല്ലാം ശ്ലീഹന്മാരെയും അവരുടെ പിൻഗാമികളെയും എല്ലാം ആ ശ്ലൈഹിക പ്രബോധനത്തിന്റെ ശക്തിപ്പെടുത്തലിന്റെ ഭാഗമായിട്ട് നൽകുന്നത് പരിശുദ്ധ റൂഹ തന്നെയാണ്. ഈ റൂഹ നമുക്കും മാമോദീസായിൽ നൽകപ്പെടുന്നുണ്ട്. ഈ റൂഹ ശ്ലീഹന്മാർക്ക് നൽകിയതിന്റെ മുന്നോടിയാണ് സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായത്തില് മോശയെ ദൈവത്താൽ അഭിഷിക്തനായ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു യുണീക്കായിട്ടുള്ള നേതാവായിരുന്നല്ലോ മോശ. അപ്പോൾ ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകിച്ചവനാണ്. ഈ മോശയിലുണ്ടായിരുന്ന ചൈതന്യത്തെയാണ് മോശയ്ക്ക് സഹായിക്കുവാനായിട്ട് ദൈവം തന്നെ നിയോഗിച്ച ആ 70 പേരിലേക്ക് ദൈവം പകരുന്നത്. മോശയിൽ നിന്ന് നിന്നിലുള്ള ചൈതന്യത്തിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് ഞാൻ ഈ 70 പേർക്ക് നൽകുമെന്ന് പറഞ്ഞാണ് മോശയെ സഹായിക്കുവാൻ വേണ്ടി 70 പേരെ. അപ്പോൾ ആ മോശയിലുണ്ടായിരുന്ന ആ ചൈതന്യം ഈശോയിലൂടെ നൽകപ്പെടാനിരുന്ന റൂഹാദ് കുരിശായുടെ മുന്നോടി തന്നെയായിരുന്നു കാണാൻ സാധിക്കും. സാമുവേലിന്റെ പുസ്തകം 1-ാം പുസ്തകം 16-ാം അധ്യായത്തിൽ എന്നുള്ള ഭാഗത്ത് 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിന്റെ അരൂപി സാവൂളിനെ വിട്ടുപോയപ്പോഴാണ് ദുഷ്ടാരൂപി അവനിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ അരൂപി പോയി കഴിഞ്ഞാൽ പിന്നെ ദുഷ്ടാരൂപി അവിടെ പ്രവേശിക്കും. ഇനി ഈ ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്നും ഈ വായനയിൽ നമ്മൾ കാണുന്നുണ്ട്. ദാവീദിനെ കൊണ്ടുവരികയാണ്, കർത്താവിന്റെ കിന്നരം മീട്ടുന്ന ദാവീദ്. ഈ ദാവീദ് കിന്നരം മീട്ടിയപ്പോൾ സാവൂളിനെ ആവസിച്ചിരുന്ന ദുഷ്ടാരൂപി വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മിൽ നിന്നും ഏതെങ്കിലും കാരണവശാൽ ദൈവത്തിന്റെ അരൂപി വിട്ടുപോകാൻ ഇടയായാൽ, കർത്താവിന്റെ അരൂപി നമ്മെ വിട്ടുപോയാൽ ദുഷ്ടാരൂപി നമ്മൾ പ്രവേശിക്കാനും അതിന്റെ അധീനതയിലാകാനുമുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്ന് ഒഴിവാകാനുള്ള വഴി എന്താണെന്നാണ് സാമുവേലിന്റെ പുസ്തകത്തിൽ ഇന്നത്തെ തിരുലിഖിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദാവീദിന്റെ കിന്നരം കേൾക്കുക. നമ്മൾ എന്താണ് ദാവീദിന്റെ കിന്നരത്തിൽ നിന്ന് കേൾക്കുന്നത്? സങ്കീർത്തനങ്ങളാണ്. 150 സങ്കീർത്തനങ്ങളാണ്. ഈശോയുടെ പ്രാർത്ഥനാ പുസ്തകം തന്നെയാണിത്. അപ്പോൾ ദാവീദിന്റെ കിന്നരം വായിക്കല് നമുക്കിന്ന് കേൾക്കാൻ സാധിക്കുന്നത് ഈ സങ്കീർത്തനങ്ങളിലാണ്. സങ്കീർത്തനങ്ങൾ നമ്മൾ നമ്മുടെ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ, ഈശോയുടെ പ്രാർത്ഥനയായിരുന്നു അത്, ഇസ്രായേൽ ജനത്തിന്റെ പ്രാർത്ഥനയായിരുന്നു, നമ്മുടെ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ ഈ ദാവീദിന്റെ കിന്നരം തന്നെയാണ് നമ്മളെങ്കിൽ ശ്രവിക്കുന്നത്. നമ്മിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ള ദുഷ്ടാരൂപികൾ നമ്മെ വിട്ടുപോവുകയും ചെയ്യും. അതേക്കുറിച്ച് തന്നെയാണ് പൗലോസ്ലീഹ ഗലാത്യർക്കുള്ള ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 13-15 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. 15-16 മുതലുള്ള വാക്യങ്ങളിൽ ഈ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ജഡത്തിന്റെ പ്രവർത്തനമായി നിൽക്കുന്നത്. ജഡവും അരൂപിയും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് അത് വളരെ പ്രകടമായിട്ട് പൗലോസ്ലീഹ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 15 മുതൽ 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വിവരിക്കുന്നുണ്ട്. എപ്രകാരമാണ് ജഡത്തിന്റെ പ്രവൃത്തികൾ ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞിട്ട് അരൂപിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഈ ജഡത്തിന്റെ പ്രവൃത്തികളെ അതിജീവിക്കുവാൻ വിശ്വാസിയെ സഹായിക്കുന്നത് എന്നാണ്. അപ്പോൾ മിശിഹായുടെ മനോഭാവം നമുക്കുണ്ടെങ്കിൽ, മിശിഹ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, മിശിഹായ്ക്കുള്ളവർ ജഡത്തെ അതിന്റെ ദുരാശകളോടും വികാരങ്ങളോടും എല്ലാം കൂടി മനോഭാവങ്ങളോടും കൂടി അതിജീവിക്കുമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. എന്താണ് ഈ ജഡത്തിന്റെ പ്രവൃത്തികൾ? അത് വ്യഭിചാരമാകാം, ആഭിചാരമാകാം, ശത്രുതയാകാം, കലഹമാകാം, അസൂയയാകാം, കോപമാകാം, മാത്സര്യമാകാം, ഭിന്നതയാകാം, വിഭാഗീയ ചിന്താഗതിയാകാം, വിദ്വേഷമാകാം, മദ്യപാനമാകാം, മധുരോത്സവമാകാം. ഇതെല്ലാം ജഡത്തിന്റെ പ്രവൃത്തികളാണ്. ഇവയെല്ലാം അരൂപിക്കെതിരാണ്. അപ്പോൾ അരൂപിയാൽ റൂഹാദ് കുരിശായാൽ നയിക്കപ്പെടുന്ന ഒരു വിശ്വാസി ഇവയെല്ലാം ജീവിതത്തിൽ നയിച്ചു നിർത്തും. ഇവയെല്ലാം സാവൂളിൽ പ്രവേശിച്ച ദുഷ്ടാരൂപിക്ക് സമാനമാണ്. ഇവയെ അതിജീവിക്കുവാനുള്ള വഴി എന്താണ്? ഈശോയുടെ സുവിശേഷം ശ്രവിക്കുക, അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് അരൂപിയാൽ നയിക്കപ്പെടുക എന്ന് പറയുന്നതിന്റെയും അർത്ഥം. അരൂപിയുടെ ഫലങ്ങളും പൗലോസ്ലീഹ എണ്ണി എണ്ണി പറയുന്നുണ്ട്. അത് സ്നേഹം, ആനന്ദം, സൗമ്യത, ആത്മസംയമനം തുടങ്ങിയവയെല്ലാമാണ് ഈ അരൂപിയുടെ ഫലങ്ങളായിട്ട് പൗലോസ്ലീഹ എടുത്തു കാണിക്കുന്നത്. അപ്പോൾ ഭിന്നതയും ശത്രുതയും
ശാരീരികം ജഡത്തിന്റെ മോഹങ്ങൾക്കുള്ള വിധേയപ്പെടലും എല്ലാം അത് ശരീരത്തിൻ്റെതാണ്, ദുഷ്ടനിൽ നിന്നാണ്, ദുഷ്ടാരൂപിയിൽ നിന്നാണ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന റൂഹാദ കുദ്സായാൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ ഇവയെ അതിജീവിക്കുവാനും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സമാധാനത്തിന്റെയും ജീവിതം നയിക്കുവാനും നമുക്ക് സാധിക്കും. അപ്പോഴാണ് ഈശോ പറഞ്ഞ കാര്യം, ഞാൻ നിങ്ങളിലേക്ക് വരും, ഞങ്ങൾ നിങ്ങളുടെ പക്കലേക്ക് വരും, നിങ്ങളിൽ വസിക്കുമെന്നുള്ള. അപ്പോൾ ആ ഒരു കൂട്ടായ്മ, ദൈവിക സഹവാസത്തിലേക്ക് നമ്മയും ഉൾച്ചേർക്കുകയാണ് ചെയ്യുന്നത് ഈ രക്ഷാകര പദ്ധതിയിലൂടെ. ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ, സഹനമരണോത്ഥാനങ്ങളിലൂടെ, റൂഹായ നൽകലിലൂടെയെല്ലാം ഈ കുദാശകളിലൂടെ നമ്മയും ഈ ദിവ്യരഹസ്യത്തിലേക്ക് ഉൾച്ചേർക്കുകയാണ്, തൃത്വത്തിന്റെ കൂട്ടായ്മയിലേക്ക് ഉൾച്ചേർക്കുകയാണ്. അപ്പോൾ പിതാവും പുത്രനും റൂഹായുമായുള്ള ആ കൂട്ടായ്മയിൽ ജീവിക്കുന്നതിന് വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവർ. അതേക്കുറിച്ചാണല്ലോ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 27-ാം വാക്യത്തിൽ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ജനത്തിന്റെ മധ്യേ വസിക്കും, അവരുടെ മധ്യേ ഞാൻ നടക്കും, അവരുടെ കൂടെ ഞാൻ വസിക്കും, ഞാൻ അവരുടെ ദൈവവും അവരുടെ ജനവുമായിരിക്കുമെന്ന്. ഇതാണ് യഥാർത്ഥത്തിൽ പൂർത്തിയാകുന്നത്. ഈ വാചകം തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് പൗലോസ്ലീഹ കൊരിന്തോസുകാർക്കുള്ള 2-ാം ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇപ്രകാരം ദൈവം നിങ്ങൾ വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണ്. റൂഹ നിങ്ങൾ വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. അതേ കാര്യം തന്നെ കൊരിന്തോസുകാർക്കുള്ള 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ സ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ, ദൈവത്തിന്റെ ആലയം അശുദ്ധമാക്കുന്നതിനെ ദൈവം നശിപ്പിക്കുമെന്നാണ് അവിടെ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ 1 കൊരിന്ത്യയിൽ പൗലോസ് സ്ലീഹ പറയുന്നത്. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൽ വളരെ മനോഹരമായ ഒരു വാചകമുണ്ട്. 3-ാം അധ്യായം 20-ാം വാക്യം, ഞാനിതാ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കുകയും അവനോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ആ ദൈവിക സഹവാസത്തിന് വേണ്ടി എത്രമാത്രം ആഗ്രഹിച്ച് ദൈവം നമ്മെ കാത്തിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് വെളിപാട് ഗ്രന്ഥത്തിലെ ഈ ഒരു പ്രസ്താവം. ഞാനിതാ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കുകയും അവനോടൊപ്പം വസിക്കുകയും അവനോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 37:27 വാഗ്ദാനം ചെയ്തത് യഥാർത്ഥത്തിൽ പൂർത്തിയാക്കുവാൻ വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു അവിടുന്ന് മനുഷ്യനായി അവതരിച്ചതും സഹനമരണോത്ഥാനങ്ങളുടെ രക്ഷ നേടിത്തന്നതും നമുക്ക് റൂഹായെ നൽകിയതും. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ റൂഹായിൽ നയിക്കപ്പെടുമ്പോൾ, റൂഹായാൽ നിറഞ്ഞു ജീവിക്കുമ്പോൾ, റൂഹായുടെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കും, നിങ്ങൾ എൻ്റെ അരൂപിയാൽ നയിക്കപ്പെടും. ആ ജീവിതശൈലിയിലേക്ക് വരുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.